ഈ സംഭാഷണം രാഷ്ട്രീയം, അധികാരം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവി എന്നിവയെ അധികരിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് വിളിച്ചുകൂട്ടി മണ്ഡല പുനർനിർണയ ബില്ലും സ്ത്രീ സംവരണ ബില്ലും ഒരു കമ്പിൽ കെട്ടി അവതരിപ്പിക്കുകയായിരുന്നു. ഭരണഘടനാ ഭേദഗതി പാസ്സാകാനുള്ള മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടാതെ സർക്കാർ അവിടെ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉയർത്തിയ വാദപ്രതിവാദങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ തന്നെ ആ, ഭാവിയെ ബാധിക്കുന്നതാണ്. ഈ താങ്ക്സ്. വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ആ, ഇന്ന് ദില്ലി ദാലിയിൽ എത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിന്റെ ഒപ്പീനിയൻ എഡിറ്ററായ അമൃത് ലാലാണ്. അമൃത് ലാൽ, സ്വാഗതം ദില്ലി ദാലി പോഡ്കാസ്റ്റിലേക്ക്. താങ്ക് യു ഗോപാലകൃഷ്ണൻ. എന്താണ് ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്? എന്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ഇത് വളരെ പ്രധാനമാകുന്നു? ഇന്ത്യൻ ഭരണഘടനയിൽ ഡീലിമിറ്റേഷൻ പ്രോസസ് എങ്ങനെയാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? എപ്പോഴൊക്കെയാണ് ഈ ഡീലിമിറ്റേഷൻ സംഭവിക്കേണ്ടത്? ഭരണഘടനയുടെ 81-ാം വകുപ്പിലാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മെൻഷൻ ഉള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഓരോ സെൻസസ് കഴിയുമ്പോഴും നമ്മൾ പിന്നെ ജനസംഖ്യയുടെ അനുപാതികമായിട്ട് മണ്ഡലങ്ങളുടെ നിർണയം നടത്തുന്നു. അത്തരത്തിലുള്ളൊരു പ്രക്രിയയാണ് ഭരണഘടന വിഭാവന ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 1 പേഴ്സൺ 1 വോട്ട് 1 വാല്യൂ എന്നുള്ളൊരു സങ്കല്പമുണ്ടല്ലോ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയിലുള്ളത്. ഭരണഘടന അനുശാസിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ നമ്മൾ നിരന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ സഭയുടെ സൈസ്. ഒരു MP എത്ര പേരെയാണ് പ്രതിനിധീകരിക്കുന്നത്, അത് ഏതാണ്ട് ഇന്ത്യയിലെമ്പാടും തന്നെ അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യുവൻസി സൈസുകൾ സമാനമായിരിക്കണം. ഇത്തരത്തിലൊക്കെയുള്ള ഒരു വിവക്ഷ വരുന്നതിൻ്റെ കാരണം ഈ പ്രിൻസിപ്പിളിൽ നിന്നാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഡീലിമിറ്റേഷനെ കുറിച്ചിട്ട് ഉള്ള അതിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ 1971 സെൻസസാണ് നമ്മളിപ്പോൾ തുടർന്ന് പോരുന്ന സംഗതി. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിയുകയാണെങ്കിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി വന്നു. അതുപ്രകാരം 76 നിയമനിർമ്മാണം 2001 വരെ 2000 വരെ 25 കൊല്ലത്തേക്ക് നമ്മൾ ഡീലിമിറ്റേഷൻ ഉണ്ടാകുന്നതല്ല എന്ന ഒരു ഭേദഗതിയാണ് അന്നുണ്ടായത്. 2001 വീണ്ടും ഒരു ഭേദഗതി ഉണ്ടായി, അടുത്ത ഒരു 25 കൊല്ലത്തേക്ക്. അങ്ങനെ 2026 വരെ 1971 സെൻസസ് അടിസ്ഥാനപ്പെടുത്തിയാകണം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെക്കുറിച്ചുള്ള ചർച്ചകളും കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സൈസിനെ കുറിച്ചുള്ള ചർച്ചകളും സഭയുടെ സൈസിനെ കുറിച്ചുള്ള ചർച്ചകളും എന്ന പ്രിൻസിപ്പിളിൽ നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ ജനസംഖ്യാ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്തുണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പുരോഗതി കാരണമാണ്. നമ്മുടെ ഫെഡറൽ ബാലൻസിന് വളരെ ആവശ്യമാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും തമ്മിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം ലോക്സഭയിൽ. അല്ലെങ്കിൽ ഹിന്ദി ഹാർട്ട്ലാൻഡ് എന്ന് വിളിക്കുന്ന പിന്നെ ഗംഗാ സമതലത്തിലെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അമിതമായിട്ടുള്ള സ്വാധീനം നിയമനിർമ്മാണ സഭകളിലും ലോക്സഭയിലും മറ്റുമൊക്കെ വരും. അത്തരത്തിലുള്ളൊരു ഫെഡറൽ ഇംബാലൻസിലേക്ക് നയിക്കും എന്ന ഭീതിയല്ല, അതൊരു കരുതലിൽ നിന്നാണ് നമ്മൾ ഈ ഡീലിമിറ്റേഷനെ കുറിച്ചുള്ള നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കൺസെൻസസിൽ എത്തിച്ചേർന്നത്. അതാണ് ഒരു പക്ഷേ ഈ പുതിയ ബില്ലുകളിൽ കൂടി മാറ്റിമറിക്കാനായിട്ട് BJP ശ്രമിച്ചത്. ഈ ഭരണഘടന അനുസൃതമാണ് എന്ന് സർക്കാരും ഭരണകൂടവും പറയുന്നുവെങ്കിലും ഇപ്പോൾ ഇത് ഇത്ര സെൻസിറ്റീവായ ഒരു പ്രശ്നമായിട്ട് മാറിയത് എന്തുകൊണ്ടാണെന്നാണ് അമൃത് വിചാരിക്കുന്നത്? അല്ല, നമ്മളിതിൻ്റെ പുറകിലേക്ക് പോയി കഴിയുമ്പോൾ 2023 ഒരു നിയമം ഉണ്ടായി. ഇത് 3 ബില്ലുകളാണ്. ആ ബില്ലിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 2023 നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്ന വിമൻസ് റിസർവേഷൻ ബിൽ. ആ ബില്ലിനുള്ളൊരു അമെൻമെൻറ്റാണ് വാസ്തവത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ അമെൻമെൻറ്റുമായിട്ട് ചേർന്നിട്ട് മറ്റ് 2 ബില്ലുകൾ കൂടിയുണ്ട്. ഒന്ന് രാജ്യസഭയിലേക്കുള്ള ബില്ല്, ഡീലിമിറ്റേഷനുള്ള ബില്ല്. ഈ 3 ബില്ലും ഒരു കണ്ണി ചേർത്തുള്ള ബില്ലുകളാണ്. അതുകൊണ്ടാണ് അമെൻമെൻറ്റിന് 3/2 ഭൂരിപക്ഷം വേണമെങ്കിൽ മറ്റ് ബില്ലുകളല്ലാതെ ഡീലിമിറ്റേഷൻ ബില്ല് സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായേനെ.
പക്ഷെ അത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. കാരണം ആദ്യത്തെ അമെൻമെൻറ്റ് ബില്ലിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റ് ബില്ലുകൾ. 2023 നമ്മൾ ഈ നിയമം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്നത് 33% സ്ത്രീകൾക്ക് സംവരണം, അത് അടുത്ത സെൻസസ് അനുസരിച്ച്, ഏറ്റവും അവസാനത്തെ സെൻസസ് അനുസരിച്ച് ആ സെൻസസിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഡീലിമിറ്റേഷനും പ്രോസസ്സും കൂടി അനുസരിച്ച് ഇത് ഉണ്ടാകുന്ന ചിത്രം ആയിരിക്കും ഇതിൻ്റെ അടിസ്ഥാനം എന്നായിരുന്നു. അതിനെ നമ്മൾ മുന്നോട്ട് മാറ്റുകയാണ് ചെയ്തത്. അത് ഇത്രയും വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ളൊരു ഒരു പ്രോസസ്സിനെ അഡ്വാൻസ് ചെയ്യുമ്പോൾ പിന്നെ തക്കതായിട്ടുള്ള കാരണങ്ങൾ പ്രതിപക്ഷത്തിനും ജനതയുടെ മുമ്പിലൊക്കെ അവതരിപ്പിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അതവർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ച് വന്നത്. കാരണം ഓൾറെഡി നമ്മൾ ഈ ഫെഡറൽ പാക്റ്റിനെ കുറിച്ചിട്ടുള്ള ഭീതികൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ തെക്കേ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടാവും പുതിയ ഇതിനകത്ത്. അപ്പോൾ ഇതിനെ നമ്മളൊരു പവർ ഇക്വേഷൻ്റെ സംഗതിയായിട്ട് മാത്രം നമ്പറുകളിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് കൂടി കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഈ ഫെഡറൽ പാക്റ്റിൽ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയാണ്. ഭാഷാപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ റീജിയണലായിട്ടുള്ള ഡൈവേഴ്സിറ്റി, അത്തരത്തിലുള്ള പല തരത്തിലുള്ള ഡൈവേഴ്സിറ്റിയുടെ ഒരു അടിസ്ഥാനം കൂടിയാണ് ഈ ഫെഡറൽ ബാലൻസ്. ഇപ്പോൾ ഫെഡറൽ ബാലൻസിൽ 2014 ശേഷം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു അതിൻ്റെ ഒരു സന്തുലനത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ടാക്സേഷൻ്റെ ഇതിലാണ്. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന സങ്കല്പത്തിന് GSTക്ക് ശേഷം വലിയ അടിപറ്റിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾക്ക് ടാക്സ് റേസ് ചെയ്യാനായിട്ടുള്ള സ്വാധീനം കുറഞ്ഞു. ഏത് ഭരണകൂടത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ലെജിറ്റിമസി വരുന്ന രണ്ട് കാര്യത്തിൽ നിന്നാണ്. അതിനകത്ത് നികുതി റേസ് ചെയ്യാനായിട്ടുള്ള കഴിവ്, രണ്ടാമത് വയലൻസിൻ്റെ മേലുള്ള മോണോപ്പൊളി, പോലീസ് ഉപയോഗിച്ചിട്ടുള്ള സംഗതി. ഇതിൽ ആദ്യത്തെ സംഗതി രണ്ടാമത്തത് പൊളിറ്റിക്കൽ ഓട്ടോണമിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്, പൊളിറ്റിക്കൽ സോവറിനിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. ആദ്യത്തെ സംഗതി അപ്പം ഈ 2014 മുതൽ നമ്മൾ കാണുന്നൊരു കാഴ്ച, ഒരു സർക്കാരിൽ വന്നിരിക്കുന്ന പുതിയ പാർട്ടി വലിയ യൂണിറ്റേറിയൻ ടെൻഡൻസീസ് ഉള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു ഇന്ത്യ, ഒരു ഭാഷ, ഒരു ഇലക്ഷൻ, ഒരു മതം എന്ന രീതിയിലേക്കുള്ള ചർച്ച പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ചർച്ചകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എത്ര തിയറി പറയുകയാണെങ്കിലും, എത്ര നിയമത്തെ നമ്മളെടുത്ത് കാണിക്കുകയാണെങ്കിലും, ഈ പറയുന്ന രാഷ്ട്രീയ കോണ്ടെക്സ്റ്റിനകത്ത് നിന്നുകൊണ്ടുള്ള ഭീതികൾ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന പാർട്ടി അത് ചെയ്യാത്ത പക്ഷം ഇതിനെക്കുറിച്ചിട്ടുള്ള എന്ത് നീക്കങ്ങളും ആളുകൾ സംശയത്തോടെ മാത്രമേ കാണുള്ളൂ. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, നമ്മൾ 1947 മുതൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നൊരു പ്രക്രിയയുണ്ട്. ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബലാബലങ്ങളുടെ ഒരു സംഗതി നമുക്ക് കാണാം. ഒന്ന്, ഈ സെൻട്രലൈസിങ് ആയിട്ടുള്ള ടെൻഡൻസി, കേന്ദ്രത്തിന് കൂടുതൽ ശക്തി കൊടുക്കുക, മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ശക്തി കൊടുക്കുക. ഈ രണ്ട് കോൺട്രഡിക്റ്റിംഗ് പുൾസ് ആൻഡ് പ്രഷേഴ്സിൽ കൂടിയിട്ടാണ് ഇന്ത്യൻ പോളിറ്റി ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ 1977 ജനത വന്നപ്പോഴത്തേക്കുള്ള ഒരു മെയിൻ സാധനം ഈ ഫെഡറലിസം വലിയൊരു ഫാക്ടറായിരുന്നല്ലോ. അതുകൊണ്ടാണ് സർക്കാരിയ കമ്മീഷൻ ഉണ്ടാകുന്നതും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോയതും. 80കളിലും 90കളിലും ഒക്കെ വളരെ കാര്യമായ രീതിയിൽ വ്യത്യാസം വരുന്നതിൻ്റെ ഇത് വളരെ പ്രകടമായി വരാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോalition പൊളിറ്റിക്സിലേക്ക് പോയി. സ്വാഭാവികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് റീജിയണൽ പാർട്ടികളുടെ പ്രാതിനിധ്യം കാരണം സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും അവർക്കൊരു പ്രത്യേക തരത്തിലുള്ളൊരു സുരക്ഷ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചിട്ടും അവരുടെ അവകാശങ്ങളെക്കുറിച്ചിട്ടും അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഐഡൻറ്റിറ്റിയെക്കുറിച്ചിട്ടും ഒക്കെ ഉള്ള നമ്മൾ സാധാരണഗതിയിൽ ഒരു യൂണിറ്റേറിയൻ സർക്കാരില്ലാതിരിക്കുമ്പോൾ തോന്നുന്ന അതിനൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഫെഡറലിസം വലിയ ഇഷ്യൂ ആയി മാറിയിരുന്നില്ല. എന്നാൽ 1960കളിലും 70കളിലും ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു, നമുക്കറിയാതെ. സമാനമായിട്ടുള്ളൊരവസ്ഥ 2014 ശേഷം വന്നിട്ടുണ്ട്. അത് ഈ സർക്കാരിൻ്റെ കൂടുതൽ അധികാരങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുക, നികുതി പിരിവ് മുതൽ ഈ പറഞ്ഞ മാതിരിയിട്ട് സംസ്ഥാനങ്ങൾ എങ്ങനെ വളരെ ഇതായിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരുടെ കാര്യം, ഇത്തരത്തിൽ വളരെ ഏറ്റവും ചെറിയ ഇതിൽ പോലും ഈ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു തോന്നല്, അതിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു ഫെഡറൽ ബാലൻസിനെ, പൊളിറ്റിക്കൽ മാപ്പിനെ തന്നെ നമ്മൾ മാറ്റി വരയ്ക്കുന്നതായിട്ട് ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തു നിന്ന് അതിനെതിരെ എതിർപ്പുണ്ടാവും. ആ എതിർപ്പ് എന്തുകൊണ്ടാണ് അതവർ മുൻകൂട്ടി കാണാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
പക്ഷെ അത് പക്ഷേ സ്വാഭാവികം എന്റെ മാത്രമല്ല. എന്റെ ചോദ്യം, ഇപ്പൊ പാർലമെന്റിൽ ഈ ചർച്ചകൾക്കിടയിൽ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം തന്നെ പറഞ്ഞ ഒരു കാര്യം, ഏഹ്, ഇതാദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന സമയത്ത് ഒരു ഭേദഗതിക്ക് വേണ്ടി തിടുക്കത്തിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുക എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രതിപക്ഷം ഏഹ്, സംശയത്തോടു കൂടി ഈ സർക്കാരിനെ വീക്ഷിക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഇല്ല, കാരണം നേരത്തെ പറഞ്ഞ മാതിരിട്ടൊരു ഒരു 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 ലാർജർ കോണ്ടെക്സ്റ്റ് ഇതിനുണ്ട്. 2014 മുതൽ നമ്മുടെ ഫെഡറൽ പാക്റ്റിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന്, അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു, എന്താ പറയുന്നത്, അതൊരു ഒരു നമുക്ക് ഈ ഒരു ലീഗൽ ടേംസിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നൊരു സാധനമാണ്. അതിൻ്റെ അത് പുറകിൽ ഒരു തന്നെ, വലിയ ഐഡിയോളജിക്കൽ ഇഷ്യൂ ഉണ്ട്. അത് തന്നെ. അതൊന്ന് വശത്ത്. രണ്ടാമത്തെ വശത്ത് ഇപ്പോഴത്തെ ഇപ്പോൾ സഭയിൽ നമ്മൾ ഇപ്പോഴത്തെ ഇതിനെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ്? ഒന്ന്, നിങ്ങൾ എന്തിനാണ് 2023 നടത്തിയ നിയമം അതിനെ ഉം. ഇപ്പോൾ പെട്ടെന്ന് ഒരു കാരണങ്ങൾ കാണിക്കാതെ അമെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത്? ഒന്ന്. രണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ എന്തിനാണ് ഒരു പ്രത്യേക സെഷൻ കൺവീൻ ചെയ്യുന്നത്? അതെ, രണ്ട്. മൂന്നാമത്തത്, അത്തരത്തിലൊരു ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഡീലിമിറ്റേഷൻ പോലൊരു സംഗതി വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് നമുക്കറിയാവുന്ന സ്ഥിതിക്ക്, അത്തരത്തിലുള്ളൊരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൊടുക്കേണ്ടിയിരുന്ന സമയം പ്രതിപക്ഷ പാർട്ടികൾക്ക്, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ ബില്ലിനെക്കുറിച്ച് അവരുടെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്യാനും സമവായം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സമയം കൊടുത്തിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടി കിട്ടിയിട്ടില്ല ഇപ്പോഴും. അതിൻ്റെയൊക്കെ ഒരു പ്രത്യാഘാതം കൂടിയിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഈ ഡീലിമിറ്റേഷൻ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ആ, ഈ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ആ, നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്ത നിയമത്തിൻ്റെ കടലാസ് ആളുകളുടെ കയ്യിൽ എത്തിയ ശേഷം നമ്മുടെ ഗൃഹമന്ത്രി സഭയിൽ എണീറ്റ് ഇതെന്ന് പറയുകയാണ്, ഇതൊന്നുമല്ല, 50% ഞാൻ കൂട്ടിത്തരാം, എൻ്റെ വാക്കാണ്. അങ്ങനെയല്ലല്ലോ നിയമനിർമ്മാണം. നിയമനിർമ്മാണം എന്നൊരു പ്രക്രിയയാണല്ലോ. കടലാസിൽ എഴുതിയിരിക്കുന്നതാണ് നിയമമാവുക. അത് ആരെങ്കിലും തന്നെ, എന്തെങ്കിലും പറഞ്ഞാൽ നിയമമാവില്ല. അത് തന്നെ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പറയണമായിരുന്നു, ഞങ്ങൾ ഈ കടലാസ് ഞങ്ങൾ ഈ നിയമം പിൻവലിച്ച ശേഷം ഞങ്ങൾ ഈ പറയുന്ന 50% ഒക്കെ ഇതിനകത്ത് ചേർത്ത ശേഷം ഞങ്ങൾ വീണ്ടും അവതരിപ്പിക്കാമെന്ന്. അതെ. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഔട്ട്റീച്ചും ഇല്ലാതിരിക്കെ സ്വാഭാവികമായിട്ടും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാത്രം ആളുകൾ കാണും. അമൃത് അതിൻ്റെ അതിന്റെ കാര്യമില്ല. കൃത്യമായിട്ടാണ് അമൃത് പറഞ്ഞത്. ഇത് ഒരു സാങ്കേതികമായ അർത്ഥത്തിൽ പാർലമെന്ററി പ്രൊസീഡിങ്സിന്റെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുള്ള ഒരു സാങ്കേതികതയുടെയോ കാര്യത്തിലൊന്നും ഇതിനെ അഡ്രസ്സ് ചെയ്യല്ല വേണ്ടത്. ഇത് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള, അവർ ഇന്ത്യൻ ജനാധിപത്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും അതിന്റെ സ്ഥാപനങ്ങളെയും കാണുന്ന ആ അടിസ്ഥാനപരമായ വ്യത്യാസത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ എന്ന് ആണ് അമൃത് സൂചിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ബില്ല് പാസ്സാക്കുന്നതിൽ ആ, ഞാൻ ഇവർ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ ശ്രമിക്കുമ്പോൾ നേരാവണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇത് പരാജയപ്പെടുമെന്ന് ഉറപ്പല്ലായിരുന്നു. അപ്പോൾ വിജയിച്ചേക്കാം എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് തോന്നലുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ എന്ത് സാധ്യതയായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ സ്പെക്കുലേഷൻ ആയിരിക്കും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ്, ആ, നേരത്തെ പറഞ്ഞ മാതിരി ഈ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ബില്ലുകൾ അവതരിപ്പിച്ചതെന്ന്, ഇതിൻ്റെ പുറകിലുള്ള കാരണം എന്താണെന്ന്. രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിയുകയാണെങ്കിൽ വേണ്ടത്ര അംഗങ്ങളില്ല നിങ്ങൾക്ക് സഭയിൽ. അതെ, മൂന്നിൽ അതെ. രണ്ട് ഭൂരിപക്ഷം ഇല്ല. സാധ്യമല്ല, ഉം. നമ്മൾ വെറും കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ. അതെ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ചെയ്തു? ഒരു പക്ഷേ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, ബംഗാളിൽ ഇലക്ഷൻ നടക്കുകയാണ്, ഇന്ത്യ മുന്നണിയുമായിട്ട് ടെൻഷനിലാണ് തൃണമൂൽ കോൺഗ്രസ്, ഡീലിമിറ്റേഷനെ കുറിച്ച് DMK പോലൊരു രാഷ്ട്രീയ പാർട്ടി ഉയർത്തിയ പ്രശ്നങ്ങൾ വലതും തൃണമൂൽ കോൺഗ്രസിനില്ല. കാരണം ബംഗാളിലെ പോസ്റ്റ് ഡീലിമിറ്റേഷൻ ബംഗാളിലെ സീറ്റുകളുടെ എണ്ണം കൂടുകയേ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു പക്ഷേ ബംഗാളിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിൽ നിന്നും ഒരു എതിർപ്പ് ഉണ്ടാകുമായിരിക്കില്ല. തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അവരുടെ MP മാർ വോട്ട് ചെയ്യാൻ എത്തുകയില്ലായിരിക്കും ഡൽഹിയിൽ. പിന്നെ തൃണമൂൽ കോൺഗ്രസും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇത്തരത്തിലൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നിരിക്കാം. രണ്ടാമത്തെ വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയാണ്. അപ്പോൾ സമാജ്വാദി പാർട്ടിക്കും ഇതിനകത്ത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളിൽ നിന്നും, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും DMKയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ സീറ്റ് കൂടുന്നത് UPയിലാണ്. അവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരത്തിലുള്ളൊരു ഡീലിമിറ്റേഷൻ എക്സർസൈസിനെ എതിർക്കില്ല എന്ന തോന്നലാകാം ഒന്ന്.
രണ്ട്, അവർക്ക് കാസ്റ്റ് സെൻസസ് പോലെയുള്ള വിഷയങ്ങൾക്കകത്ത് വേറിട്ടുള്ള അഭിപ്രായമുണ്ട്. വ്യത്യസ്തമായ. അപ്പോൾ അതെ. ഇന്ത്യ മുന്നണിക്കകത്ത് ഈ ബില്ലുകൾക്കെതിരെ സർക്കാരിനെതിരെ ഒരു സമന്വയം, ഒരു സമവായം ഉണ്ടാകില്ല എന്നുള്ളൊരു തോന്നൽ ചിലപ്പോൾ ബി ഉണ്ടായിരുന്നിരിക്കാം. ജെ പിയുടെ ഫ്ലോർ മാനേജേഴ്സിന് ഉണ്ടായിരുന്നിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിത് നമ്മൾ അതെ, സ്പെക്കുലേഷൻ. വെറും സ്പെക്കുലേഷനിലെ ലോജിക്ക് അനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഇതായിരുന്നിരിക്കാമെന്ന്. രണ്ടാമത്തേത്, വളരെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പി പുറകിലാണ്. പുറകില്. നിങ്ങൾ അവിടെ മറ്റൊരു ഇലക്ടറൽ ഇഷ്യൂ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് സ്ത്രീകൾ എന്ന് പറയുന്ന ഒരു വോട്ടർ സെഗ്മെൻറ്റിനെ മുൻനിർത്തിയിട്ട് നമ്മൾ പലപ്പോഴും അവഗണിച്ചു പോരുന്ന ഒരു സംഗതിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ക്യാൻ വിമൻ ബി പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഇറ്റ് സെൽഫ്? ഇത് നമ്മൾ പല ആളുകളുടെയും പല രാഷ്ട്രീയ പാർട്ടികളുടെയും കാര്യത്തിനകത്ത്, നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നമുക്കറിയാം, സ്ത്രീകൾ വലിയ അളവിൽ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു. നിതീഷ് തമിഴ്നാട്ടിലെ കുമാർ, തെരഞ്ഞെടുപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ജയലളിത, ജയലളിത, MGR. MGR, നിതീഷ് കുമാർ അടുത്ത കാലത്ത്, നിതീഷ് മമതാ കുമാർ. ബാനർജി അടുത്ത കാലത്ത്. അതെ. എന്തിന് നമ്മൾ മധ്യപ്രദേശിലും മഹാരാഷ്ട്രത്തിൽ പോലും ലക്ഷ്മി ബെഹ്ന സ്കീം എന്നൊക്കെ പറയുന്ന, നേരിട്ട് പൈസ കൊടുക്കുക സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് കാശെത്തിക്കുക, അല്ലെങ്കിൽ അവരെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പോളിസി തീരുമാനങ്ങൾ സർക്കാരിലിരിക്കുന്ന പാർട്ടിയെ വളരെയധികം സ്വാധീനിച്ചതിൻ്റെ എവിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ അത്തരത്തിൽ ഒരു സ്ത്രീകളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു ഈ ബില്ല് തെരഞ്ഞെടുപ്പുകളുടെ ഇടയിൽ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാണാം ഇതിനെ. അങ്ങനെ വേണമെങ്കിൽ കാണാം. കാരണം ഇന്നലെ വൈകുന്നേരത്തെ ചർച്ചയിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടല്ലല്ലോ അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടാണ് അതെ. നമുക്ക് കൂടുതൽ തോന്നുക ആ പ്രസംഗം അതെ. കേൾക്കുകയാണെങ്കിൽ. അതെ. അതിനകത്ത് അദ്ദേഹം പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്ത് സ്ത്രീകളെയാണ് അഡ്രസ്സ് ചെയ്തത്. നിങ്ങൾക്ക് അതെ. കിട്ടേണ്ടുന്ന അധികാരത്തിൻ്റെ നിങ്ങൾക്ക് അധികാരം നൽകാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു, അതിനെ ഈ പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെടുത്തി. പേരെടുത്ത് അദ്ദേഹം ഓരോ പാർട്ടിയെ പറഞ്ഞു. അതെ. ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം ഇതിൻ്റെ പുറകിലുണ്ടെന്ന് കാണാം. ഇതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സെൻസസ് പ്രക്രിയ നമ്മൾ 2023 നിയമം അനുസരിച്ചിട്ടുള്ള പ്രോസസ്സാണെങ്കിൽ, ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന സെൻസസ് 2026 സെൻസസ് ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തു. ഇത് അടുത്ത കൊല്ലം അതിൻ്റെ ഡേറ്റ വരും. ഈ ഡേറ്റ വന്നു കഴിയുകയാണെങ്കിൽ നമ്മളൊരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആ ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് തീരുമാനിക്കുക എവിടെയൊക്കെ എത്ര സീറ്റുകൾ വെച്ച് വർദ്ധിക്കണം എന്നുള്ളത്. അത് 50% എന്നുള്ളത് 50% വർദ്ധിപ്പിക്കാം എന്ന് അമിത്ഷാ പറഞ്ഞതിനകത്ത് ഒരു അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. അല്ല, അത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്യുന്ന കാര്യമാണത്. അതെങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കുക മുൻകൂറായിട്ട്? അപ്പം ഇത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രക്രിയ അനുസരിച്ചാണ് 2026 സെൻസസ്, അത് കഴിഞ്ഞിട്ടുള്ള ഡീലിമിറ്റേഷൻ പ്രോസസ്സ്. ഈ സാധാരണഗതിയിൽ ഇത്തരം പ്രക്രിയകൾക്ക് വേണ്ടുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ 2029 ഇലക്ഷന് മുമ്പ് സ്ത്രീ സംവരണം എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, സമയം കാരണം. അതുകൊണ്ടാണ് പലരും പറഞ്ഞിരുന്നത് 2023 ഈ ബില്ല് പാസ്സാക്കിയ സമയത്ത് 2034 മാത്രമേ സ്ത്രീ കോട്ട വരാൻ സാധ്യതയുള്ളൂ എന്ന്. അതിനെ അഡ്വാൻസ് ചെയ്യാൻ 29 ഇലക്ഷന് മുമ്പ് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ശ്രമമായിരിക്കാം. കാരണം 29 ഇലക്ഷനിൽ നമ്മൾ ഈ സെൻസസ് കഴിയുമ്പോൾ ജാതി സെൻസസിൻ്റെ ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. 2029 അത് വലിയ ഇഷ്യൂ ആയി മാറാൻ സാധ്യതയുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ജാതി ഒരു കാറ്റഗറിയായിട്ട്, ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയായിട്ട് ഉയർന്നു വരാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആൻറ്റി ഇൻകുംബൻസി ഉണ്ടാകാം. നമ്മുടെ ഇക്കോണമിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ സാധിക്കില്ല. കാരണം യുദ്ധത്തിൻ്റെയും ഗ്യാസ് വിലയുടെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ സമയമുണ്ട് ഇനിയും. എന്നാൽ പോലും അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ പുതിയ ഒരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു മൊബിലൈസേഷൻ്റെ അജണ്ട തന്നെ ഒരു പക്ഷേ BJP ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. കാരണം അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിൽ നമ്മൾ പറയാറുണ്ട് ലാഭാർത്ഥി എന്ന് പറയാറുണ്ട്. അതായത് സർക്കാരിൻ്റെ സ്കീമുകളുടെ ബെനിഫിഷ്യറീസ്, അതിൻ്റെ ലാഭാർത്ഥികളെന്ന്. ഈ ലാഭാർത്ഥികളിൽ ഒരു വലിയ ബഹുഭൂരിപക്ഷം പേരും അവർ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ, ഈ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് ഈ പറയുന്ന സ്ത്രീകളോടുള്ള ഔട്ട്റീച്ച്, പൊളിറ്റിക്കൽ ഔട്ട്റീച്ച് നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, അത് തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമാണെന്ന് ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് എവിഡൻസ് ഉണ്ട്, അടുത്ത കാലത്തു നിന്നുള്ള എവിഡൻസും ഉണ്ട്. അതിനെ ഒരു പൊളിറ്റിക്കൽ കാറ്റഗറിയും പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയും പൊളിറ്റിക്കൽ സ്ലോഗനുമായിട്ട് റേസ് ചെയ്യുന്നത് വഴി മറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പൊളിറ്റിക്കൽ ചലഞ്ചസിനെയും ഒഴിവാക്കാനായിട്ടുള്ള ശ്രമമാണോ? ആയിരിക്കാം.
ആയിരിക്കാം. ഇത്തരത്തിലുള്ള പല പക്ഷേ കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതെ അതെ. എനിക്ക് ഈ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഈ മാജിക്ക് കാണിക്കുമ്പോൾ അതിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു മജീഷ്യൻ എന്നുള്ള രീതിയിൽ ഈ മോദിയുടെ മാജിക് ഇവിടെ പരാജയപ്പെട്ടതാണോ, അതോ ഒരു ഒരു റിസ്ക് എടുത്തിട്ട് ഒരു പൊളിറ്റിക്കൽ അജണ്ട മുമ്പോട്ട്, സ്ത്രീകളെ മുൻനിർത്തി ഒരു അജണ്ട അങ്ങോട്ട് മുന്നോട്ട് വെച്ചതാണോ, അതോ ഒരു പരാജയപ്പെട്ട മാന്ത്രികനാണോ മോദി? അതല്ല, അങ്ങനത്തെ ഒരു ഈ പറഞ്ഞ മാതിരിയിട്ട് വളരെ സ്പെക്കുലേറ്റീവാണ് ഈ കാര്യങ്ങളെല്ലാം. കാരണം നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. ഉം. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് സ്ത്രീകൾ എന്ന പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വെസ്റ്റ് ബംഗാളിലെയും തമിഴ്നാട്ടിലെ ഇലക്ഷനെ മുൻനിർത്തിയിട്ടാകാം, അല്ലെങ്കിൽ 2029 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്കും സ്ത്രീകളെ മുൻനിർത്തിയിട്ടൊരു രാഷ്ട്രീയ മൊബിലൈസേഷൻ്റെ നുള്ള തയ്യാറെടുപ്പാകാം ഒന്ന്. മറുവശത്ത് ഈ നേരത്തെ പറഞ്ഞ മാതിരിയിട്ട് ഒരു 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 ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് അത്ര മെച്ചപ്പെട്ട നിലയിലല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഒരു അതെ. റിസ്ക് എടുത്തതാകാം, നമുക്ക് അറിഞ്ഞുകൂടാതെ. നമ്മൾ ഈ സംഭാഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് ഇനി കടക്കുകയാണ്. അത് ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നതാണ്. അങ്ങനെയൊന്ന് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാകുകയല്ലേ രാഷ്ട്രീയമായിട്ട്? ഇത് നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ ഒരു ടെൻഷനുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇന്ത്യ എന്ന സിവിലൈസേഷണൽ സ്റ്റേറ്റും ഇപ്പോൾ നമ്മൾ കാണുന്ന ഇന്ത്യ എന്ന നേഷൻ സ്റ്റേറ്റും നിലനിന്ന് പോന്നിട്ടുള്ളത്. ഇത് തമ്മിലുള്ള ടെൻഷൻ, അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയും ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റിയും, ഇത് രണ്ടിനെയും ഒരേപോലെ അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഈ യൂണിയൻ നിലനിൽക്കുകയുള്ളൂ. അതായത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഒരു വശത്ത്, ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി, ഇത് രണ്ടും അംഗീകരിക്കണം. ഒന്ന് മാത്രമായാൽ പറ്റില്ല. പലപ്പോഴും രാഷ്ട്രീയമായിട്ട് വരുന്ന ഒരു വലിയ ചലഞ്ച്, പ്രത്യേകിച്ച് യൂണിറ്റേറിയൻ ടെൻഡൻസീസ് ഉള്ള BJP പോലൊരു രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന പ്രശ്നം, രണ്ടാമത്തെ സംഗതി അവർക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രം എടുക്കുക. സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ 1920-കളിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള യൂണിറ്റുകളെ കുറിച്ചിട്ടും മറ്റുമൊക്കെ കോൺഗ്രസിൻ്റെ ആലോചനകളിൽ വരുന്നുണ്ട്. മഹാത്മാഗാന്ധി ഈ പല ഭാഷകളിൽ ഒപ്പിടാൻ ശീലിച്ചതുപോലും ഇതേ കാരണത്താലാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കുക, കാരണം നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ ഈ വ്യത്യസ്തതയെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ചേർക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നല്ലോ. അത് മതപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ആയാലും ശരി, ഭാഷാപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ആയാലും, എത്നിക് ഡൈവേഴ്സിറ്റി ആയാലും ശരി, അത്തരത്തിലുള്ള ആലോചനകൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ 1920 മുതൽ നടക്കുന്നുണ്ട്. അത് ഞാൻ ഒരിക്കൽ ഞാൻ അമൃതനോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ദേവദാസ് ഗാന്ധി ഹിന്ദി പ്രചാരണത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ പോയപ്പോൾ ഗാന്ധി മകൻ അയച്ച കത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, നീ ഒരു ഹിന്ദി വാക്ക് ഒരു തമിഴനെ പഠിപ്പിക്കുമ്പോൾ ഒരു തമിഴ് വാക്ക് തിരിച്ചു പഠിക്കാൻ നീ തയ്യാറാകണം, അല്ലെങ്കിൽ ഈ പണിക്ക് പോകരുതെന്ന്. ഇത് വളരെ കാതലായിട്ടുള്ള ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. ഒരു പക്ഷേ കോൺഗ്രസിനെയും BJPയും തമ്മിൽ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ ഡൈവേഴ്സിറ്റിയോടുള്ള സമീപനമാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ എന്നല്ല, ഇത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ധാരയാണ്. ഈ ഡൈവേഴ്സിറ്റിയെ നിങ്ങൾ എങ്ങനെ, ഇന്ത്യയുടെ ഈ ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി ആൻഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഇതിനെ എങ്ങനെ നിങ്ങൾ ഇത് തമ്മിലൊരു സമവായം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 30-കളിൽ 40-കളിൽ ലീഗിൻ്റെ റൈസും പാർട്ടീഷൻ ഡിമാൻഡും വന്നപ്പോഴത്തേക്ക് പിന്നെ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ 40-കളുടെ അവസാനമായപ്പോഴത്തേക്കും കൂടുതൽ സെൻട്രലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറയുന്ന മാതിരിയിട്ട് രാജ്യം നാനാവിധമായി പോകും എന്നുള്ള ഭയം ദില്ലിയിൽ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്കറിയാം ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഉയർച്ച, അതിനകത്തൊരു ഈ എല്ലായിടത്തും ഒരു സബ് നാഷണലിസം ഉണ്ടാകുന്നുണ്ടല്ലോ, ഭാഷാപരമായിട്ടുള്ള സബ് നാഷണലിസം. അത് ഏറ്റവും തീക്ഷ്ണമായി അനുഭവപ്പെട്ടത് തമിഴ്നാട്ടിലാണ്. പെരിയാർ ദ്രാവിഡ നാടെന്നുള്ള സങ്കല്പം തന്നെ ഉയർത്തുന്നു. അത് പ്രത്യേക രാഷ്ട്രമായിട്ട് സാംസ്കാരികമായിട്ടും മറ്റുമൊക്കെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ് ദ്രാവിഡ നാടെന്നുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, തെക്കേ ഇന്ത്യൻ യൂണിറ്റുകൾ, ഭാഷാ യൂണിറ്റുകൾ എന്ന് അദ്ദേഹം വാദിക്കുന്നു. അതിൻ്റെ ഒരു വലിയ ഒരു സെപ്പറേറ്റിസ്റ്റ് എന്ന് വിളിക്കുന്ന ഒരു ധാര 1940-കളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഡൽഹിയെ ഭയപ്പെടുത്തുന്നുണ്ട്. 1960-കളിലാണല്ലോ ദ്രാവിഡ നാടെന്ന് പറയുന്നത് ഒഫീഷ്യലി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെ, സ്വതന്ത്ര ദ്രാവിഡ നാടെന്നുള്ള നിലപാട് തന്നെ DMK പോലുള്ള പാർട്ടികൾ ഉപേക്ഷിക്കുന്നത്. 48-ൽ തന്നെ അണ്ണാ ഇതേ കാര്യത്തിലാണ് അദ്ദേഹം DMKയും DKയും തമ്മിൽ വേർപെട്ട് വേറെ രാഷ്ട്രീയ പാർട്ടികളാകുന്നതും
DMK തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ തയ്യാറാകുന്നതുമൊക്കെ. എങ്കിൽ പോലും ആ ഒരു ഭാഷാദേശികത എന്ന് പറയുന്ന സംഗതി വളരെ രൂഢമൂലമായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് ഇപ്പോഴും. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് കേരളത്തിൽ പോലും കാണാം. കേരളത്തിനേക്കാൾ കൂടുതൽ അതൊരു പക്ഷേ കാണുക കർണാടകത്തിലോ തെലുങ്ക് സംസാരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ കേരളത്തിൽ പോലും അതിൻ്റെ ഉണ്ട്. കാരണം ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഈ മലയാളി ഐഡൻറ്റിറ്റി വേഴ്സസ് ഇന്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് പോകാതിരിക്കാനാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുള്ളത്. മത്തായി മാഞ്ഞൂരാനെ പോലെയൊക്കെയുള്ള ആളുകൾ വേറെ രീതിയിൽ ഇത് റേസ് ചെയ്തിട്ടുണ്ടല്ലോ 40s. കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു ധാര. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ടെൻഷൻ എങ്ങനെയാണ് നിങ്ങൾ കേന്ദ്രം റിസോൾവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ ഈ പറഞ്ഞ കനിമൊഴിയുടെ സംഭാഷണത്തിൽ കനിമൊഴിയുടെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രസംഗത്തിനകത്ത് കനിമൊഴി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കറുത്ത ദേവതമാരെ കുറിച്ച് പറയുമ്പോൾ ഈ തമിഴ്നാട്ടിലെ ദേവീ സങ്കല്പവും ബംഗാളിലെ ദേവീ സങ്കല്പവും എടുത്തിട്ട് ഈ കറുപ്പ് എന്താണെന്ന് നോർത്ത് ഇന്ത്യൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു കനിമൊഴിയുടെ പ്രസംഗത്തിൽ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡോക്ടർ ലോഹിയുടെ ഒരു ഉപന്യാസം തന്നെയുണ്ട് അതിനെക്കുറിച്ചിട്ട്. നിറവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് കൃഷ്ണ രാമസങ്കല്പങ്ങളൊക്കെ ഈ കറുപ്പിന്റെ ഒരു എസ്തറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ച നടന്നിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടുത്തെ ഒരു മെയിൻ പൊളിറ്റിക്കൽ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി എന്ന് പറയുന്ന സംഗതിയെ നിങ്ങൾ മുൻനിർത്തി മാത്രമേ ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനമായിട്ട് നിലനിൽക്കാൻ കഴിയും. ഈ ഫെഡറൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് അമൃതനോട് അടുത്ത ചോദ്യം ഉള്ളത്. ഈ ചർച്ചകൾ കുറെ ലോക്സഭാ സീറ്റുകളുടെ പുനർവിതരണത്തെക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഊന്നൽ കൊടുക്കേണ്ടതും ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ എങ്ങനെ ഈ ശ്രമങ്ങൾ ബാധിക്കുന്നു, ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതല്ലേ. ഇതിനെ നമ്മൾ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ആർട്ടിക്കിൾ 81 പോവുക. ഈ 81 ഭരണഘടനാ വകുപ്പ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ 1 person 1 vote 1 value എന്നുള്ളത്. ആ പ്രിൻസിപ്പിളിനെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അതായത് അതനുസരിച്ചാണെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയായാലും കൂടുതൽ ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ MP-മാരുണ്ടാകുക എന്ന് പറയുന്ന ഒരു പ്രിമൈസിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതായത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഹിന്ദി ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റിലും എല്ലാ അർത്ഥത്തിലും പിന്നോക്കം നിൽക്കുന്ന ഈ പ്രദേശങ്ങളിൽ കൂടുതൽ MP-മാരുണ്ടാവുക എന്ന് പറയുന്ന വാദത്തിനൊരു സാധുതയുണ്ട്. അപ്പൊ ഈ പറയുന്ന സാധുത വേഴ്സസ് ഇത്തരത്തിലുള്ള ഒരു അധികാര എന്താണ് ഒരു ഫെഡറൽ ഇംബാലൻസ് അതുമൂലം ഉണ്ടായേക്കാം, അധികാരത്തിൻ്റെ ഒരു ഇംബാലൻസ് ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ തെക്കൻ സംസ്ഥാനങ്ങൾ എല്ലാ കാര്യത്തിലും മാർജിനലൈസ് ചെയ്യപ്പെടുന്നുള്ള ഭയം, അതായത് ഈ ഫെഡറൽ ഭയം വേഴ്സസ് ഫ്രാഞ്ചൈസ് വോട്ടവകാശം, ഇത് തമ്മിലുള്ള ഒരു ടെൻഷനെ നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ക്വസ്റ്റ്യനാണ്. ആ രാഷ്ട്രീയ ക്വസ്റ്റ്യനെ റിസോൾവ് ചെയ്യാനായിട്ട് 2 വഴികളുണ്ട്. ഒന്ന്, നമ്മൾ കൂടുതൽ ഫെഡറലാകുക. അതായത് ഈ ഡിഫൻസും ധനകാര്യവും ഒക്കെ പോലെയുള്ള ചില ബ്രോഡർ പോളിസി സാധനങ്ങൾ മാത്രം നമ്മൾ കേന്ദ്രത്തിന് നൽകുകയും മറ്റെല്ലാ തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള അവകാശങ്ങൾ നമ്മൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക. അതായത് കേന്ദ്രത്തിൽ കൂടുതൽ MP-മാരുള്ള ഒരു സംസ്ഥാനത്തിന്, MP-മാർ കുറവുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗധേയത്തിൻ്റെ, രാഷ്ട്രീയ ഭാഗധേയത്തിൻ്റെയോ സാമ്പത്തിക ഭാഗധേയത്തിൻ്റെയോ സാംസ്കാരിക ഭാഗധേയത്തിൻ്റെയോ മേൽ യാതൊരു തരത്തിലുള്ള കൺട്രോളും ഉണ്ടാകാത്ത രീതിയിൽ ഒരു ഫെഡറൽ പാക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്നത്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ കഴിയുക? നമ്മൾ വാക്കാൽ പറഞ്ഞാൽ പോരാ. ഇതിനെ പരിഹരിക്കാവുന്ന മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഹിന്ദി ഇമ്പോസിഷൻ പോലെയുള്ള പരിപാടികൾ അവസാനിപ്പിക്കുക. ലെറ്റ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഡിസൈഡ് ഏതെല്ലാം ഭാഷകൾ എവിടെല്ലാം പഠിപ്പിക്കണം എന്നുള്ളത് സംസ്ഥാനങ്ങൾ തീരുമാനിക്കട്ടെ. നിങ്ങൾ ഈ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് പിന്നെ രാജ്യമെമ്പാടും ഉള്ളവർക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ നയം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഓരോ സംസ്ഥാനവും അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസ നയം ഉണ്ടാക്കട്ടെ. അവരത് തീരുമാനിച്ചോട്ടെ എന്ത് പഠിപ്പിക്കണം എന്നുള്ളത്. നിങ്ങൾ ഹിന്ദി പഠിക്കാതിരിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിച്ചോളും. ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുന്നതിൻ്റെ, തമിഴ് പഠിക്കാതിരിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾ മറ്റാരെങ്കിലും അനുഭവിച്ചോളും. അതാത് സംസ്ഥാനങ്ങൾക്ക് ഇടുക. 1. 2, ഇതിന് ചെയ്യാവുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരു സംസ്ഥാനത്തിനും 50 സീറ്റിന് മേൽ ലോക്സഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകരുത്. എന്ന് വെച്ചാൽ 50ൻ്റെ മേൽ സീറ്റുകൾ വരുന്ന ഒരു ജനസംഖ്യ ആ സംസ്ഥാനത്തുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള ഒരു സംസ്ഥാനത്തുണ്ടെങ്കിൽ, നിങ്ങൾ ആ സംസ്ഥാനത്തെ വിഭജിക്കുക.
അതെ. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, 3 സംസ്ഥാനങ്ങൾ എടുക്കുക, ബംഗാൾ എടുക്കുക. ഉം. ഉത്തർപ്രദേശ് എന്ന് എൻറ്റൈറ്റിയാണ്. പഴയ ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്ത യുണൈറ്റഡ് പ്രോവിൻസുകൾ പിന്നെ കൺവേർട്ട് ചെയ്ത് ഉത്തർപ്രദേശ് ആക്കിയതാണ്. ഉത്തർപ്രദേശിന് അതെ. ഒരു സാംസ്കാരിക ഐഡന്റിറ്റി ഇല്ല. അതെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവധ് അതെ. ഉണ്ട്, ബുന്ദേൽഖണ്ഡ് ഉണ്ട്, അതെ. അതെ. പൂർവാഞ്ചലുണ്ട്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് വളരെ ഡിഫറെൻ്റ് ആണ്. തെക്കൻ അതെ. അതെ. ഉത്തർപ്രദേശുകാർ അരിയാഹാരം കഴിക്കുന്നവരല്ല, ഗോതമ്പ് കഴിക്കുന്നവർ. പൂർവാഞ്ചലിലേക്ക് ചെല്ലുമ്പോൾ അരിയാഹാരമാണ് കഴിക്കുന്നത്. അതെ. അത്തരത്തിൽ ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സാംസ്കാരിക ഉപദേശികതകൾ തന്നെയുള്ള പ്രദേശമാണ് ഈ ഉത്തർപ്രദേശ്. ഇതിനെ നിങ്ങൾക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ അതെ. പറഞ്ഞ മാതിരിയിട്ട് ചില പ്രൊജക്ഷൻ അനുസരിച്ച് നമ്മൾ 2026 സെൻസസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഉത്തർപ്രദേശിന് സീറ്റ് അലോക്കേഷൻ നടത്തുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ 80 സീറ്റ് എന്നുള്ള 143 സീറ്റ് വരെ ആകാം. അതെ. അത് വലിയ ഇംബാലൻസ് ഉണ്ടാക്കും. എന്ന് മാത്രമല്ല, അതെ. അവരുടെ അസംബ്ലിയുടെ എന്താകുമെന്നറിയോ? 800 ഉം. പേര്, 800 ഉം. എം എൽ എമാരുണ്ടാവും. 403 ഇപ്പോഴത്തെ എം എൽ എ സ്ട്രെങ്ത്. അത് 800 കവിഞ്ഞേക്കും. ഇത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സംഗതിയല്ല. അല്ലല്ല. നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ബീഹാർ സമാനമാണ്. ബീഹാറിലെ സ്ഥിതി ഭോജ്പൂർ വേറെയാണ്, മിഥില വേറെയാണ്, ഈ പിന്നെ നേരത്തെ പറഞ്ഞമായിട്ട് പൂർവാഞ്ചലിൻ്റെ ഭാഗമുണ്ട്, സീമാഞ്ചൽ വേറെയാണ്. നിങ്ങൾക്ക് ആ സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്യാം. കാരണം ഒരു ബീഹാറി ഐഡന്റിറ്റി ഒരു ഐഡന്റിറ്റി ഇല്ലല്ലോ. ഭാഷകൾ വേറെയാണ്, ഭക്ഷണ രീതികൾ വേറെയാണ്, സംസ്കാര രീതികൾ വേറെയാണ്. നിങ്ങൾക്ക് അത് അവിടെ ഡിവിഷൻ വരുത്താം. മഹാരാഷ്ട്രയിൽ പോലും അത് എത്ര കണ്ട് സാധ്യമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിദർഭ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഒരു കാലത്ത് നടന്നിരുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് യൂണിറ്റുകളെ ചെറുതാക്കി വെക്കാൻ സാധിക്കും. 50 സീറ്റിൻ്റെ മേലെ 50 എം പിമാരിൽ കൂടുതൽ ഒരു സംസ്ഥാനത്തിനും ഉണ്ടാകാൻ പാടില്ല. അത് വെക്കുകയാണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനം സ്വാധീനം ചെലുത്തുക എന്ന് പറയുന്ന ചോദ്യത്തിന് നമുക്ക് കുറച്ചുകൂടി എന്താണ് പറയുന്നത്, കുറെ കൂടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് അഡ്രസ് ചലഞ്ചാണ്. അതെ. മൂന്നാമത്തെ കാര്യം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ചലഞ്ചാണ്. നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടുന്നത്, ഹിന്ദി ഹാർട്ട്ലാൻഡ് സ്റ്റേറ്റിന് കൂടുതൽ സീറ്റ് പോയി കഴിയുകയാണെങ്കിൽ അത് BJPയുടെ സ്വാധീനം അരക്കെട്ടുറപ്പിക്കുന്നുള്ള ചോദ്യം. ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. BJP ഈ സ്ഥലങ്ങളിൽ ജയിക്കുന്നത് രാഷ്ട്രീയമായിട്ട് പണിയെടുത്തുകൊണ്ടുകൂടിയാണ്. അതിനെ നിങ്ങൾക്ക് സാങ്കേതികത്വം പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്നതിന് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുക്കുക, 2024 തെരഞ്ഞെടുപ്പ് എടുക്കുക? BJPക്ക് പിന്നെ സിമ്പിൾ മെജോറിറ്റി കിട്ടാതെ പോയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ജനത BJPക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. വലിയ ഗണ്യമായ അളവിൽ ഉത്തർപ്രദേശ്. അതുകൊണ്ട് ഈ ഹിന്ദി സംസ്ഥാനങ്ങൾ എല്ലാ കാലത്തും BJPക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്നുള്ളത് അത് നമ്മൾ അങ്ങനെ കരുതേണ്ടുന്ന കാര്യമില്ല. കാരണം രാഷ്ട്രീയം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2/3 ഭൂരിപക്ഷത്തോടുകൂടി ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാതിരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഉത്തർപ്രദേശിൽ നിന്നും അവർക്ക് സീറ്റില്ലായിരുന്നു. സമാജ്വാദി പാർട്ടി എതിർത്തു എന്നുള്ളതാണ്. എതിർത്തു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആകാവുന്ന സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഡീലിമിറ്റേഷന്റെ പേരിൽ ഉയർത്തിയ വാദത്തിന് അനുകൂലിച്ചു എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ ചലഞ്ച് എന്ന് പറയുന്നതിനെ പൊളിറ്റിക്കലായിട്ട് തന്നെ നേരിടണം. അതിനെ സാങ്കേതികത്വം പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ടെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് പ്രത്യേകിച്ച്. 2-3 വാചകത്തിൽ അമൃതിന് പറയാമെങ്കിൽ, ഈ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തത് ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിലല്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു ആ സംഭാഷണത്തിന്റെ സ്വഭാവം. അങ്ങനെ വരുമ്പോൾ ധാർമ്മികമായി നോക്കിക്കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസിനും തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും ഒക്കെ മറുപടിയും കൂടി ഒരു ബ്രോഡ്കാസ്റ്റ് നേഷൻ പോലെ കൊടുക്കേണ്ടതല്ലേ? ഈ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ധാർമ്മികതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലല്ലോ ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നമ്മൾ ചോദ്യം ഉയർത്തുന്നതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ടാവും. പണ്ടുമൊക്കെ ഇത് വന്നിട്ടുള്ളതാണ്. പണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര സമയം കൊടുക്കുക, ദേശീയ ചാനലുകളിൽ സംസാരിക്കാൻ എന്നൊക്കെ ഉള്ളൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നല്ലോ. അത്തരത്തിലൊക്കെയുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കാവുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനെ പൊളിറ്റിക്കലി എന്ത്രകട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ടേം ഔട്ട്റീച്ച് മാത്രം ആയിരിക്കില്ല. ഇതിനൊരു ഷോർട്ട് ടേം കോമ്പണൻറ്റും ഉണ്ട്, ഒരു ലോങ് ടേം കോമ്പണൻറ്റും ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷമായാലും ശരി, ഈ പറയുന്ന യൂണിറ്റേറിയൻ എന്ന് വിളിക്കുന്ന ടെൻഡൻസികളെ എതിർക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകളായാലും ശരി, ഇതിൻ്റെ പുറകിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാണ് ഒരു പക്ഷേ ഇക്കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങൾ.
ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴും ഭരണഘടനയെ പറ്റി സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ എപ്പോഴും ഓർത്തു വെക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഇത്തരം കാര്യങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനത്തെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രമാണ്. അതെ. സാംസ്കാരിക ദേശീയതയെക്കുറിച്ചിട്ടുള്ള BJPയുടെ സങ്കല്പം, ഡൈവേഴ്സിറ്റിയോടുള്ള എതിർപ്പ്. ഉദാഹരണത്തിന് റെപ്രസെൻറ്റേഷൻ്റെ ക്വസ്റ്റ്യൻ എടുക്കുക. എന്തുകൊണ്ട് സ്ത്രീകൾ മാത്രം? ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള എല്ലാ സമുദായങ്ങൾക്കും വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം പാർലമെന്റിലുണ്ടോ? ഉണ്ടാകേണ്ടതല്ലേ? വളരെ സങ്കീർണമായ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ അവഗാഹത്തോടുകൂടി ലളിതമായി ദില്ലി ദാലിയുടെ പ്രേക്ഷകരോടും ശ്രോതാക്കളോടും സംസാരിച്ചതിന് ഐ ആം താങ്കിങ് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം. എനിക്കും ഇതിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും ക്ലാരിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ട്. അത് നമ്മൾ അഭിപ്രായങ്ങൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ മുഴുവനായി പിന്നെ എന്താണ് ഫോർമുലേറ്റ് ചെയ്യാൻ ഫോർമുലേഷനുകളിൽ എത്താത്ത അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറായതിനും ഗോപാലകൃഷ്ണനോട് നന്ദി പറയുന്നു. കേൾക്കുന്നവരോട് നന്ദി പറയുന്നു. താങ്ക് യു.